ജില്ലയിൽ വിവിധ പാടശേഖരങ്ങളോട് ചേർന്ന തോടുകളിൽ ഉപ്പുവെള്ളത്തിന്റെ അളവ് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ബന്ധപ്പെട്ട കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ, ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നീ ഉദ്യോഗസ്ഥർ സംയുക്തമായി പരിശോധന നടത്തി എല്ലാ ഓരുമുട്ടുകളും അടച്ചിട്ടുണ്ടെന്നും ഓരുവെള്ളം കയറുന്നില്ലെന്നും ഉറപ്പുവരുത്തണമെന്ന് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ്. കാർഷിക മേഖലയിലെ തോടുകളിൽ ഉപ്പുവെള്ളത്തിന്റെ അളവ് കൂടുന്ന സാഹചര്യത്തിൽ മന്ത്രി ഓൺലൈനായി വിളിച്ചു ചേർത്ത അടിയന്തര യോഗത്തിലാണ് കർശന നിർദ്ദേശം നൽകിയത്. ജില്ലയിലെ വിവിധ പാടശേഖരങ്ങളോട് ചേർന്ന തോടുകളിൽ ഉപ്പുവെള്ളത്തിന്റെ അളവ് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ബന്ധപ്പെട്ട കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ, ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നീ ഉദ്യോഗസ്ഥർ സംയുക്തമായി പരിശോധന നടത്തി എല്ലാ ഓരുമുട്ടുകളും അടച്ചിട്ടുണ്ടെന്നും ഓരുവെള്ളം കയറുന്നില്ല എന്നതും ഉറപ്പുവരുത്തണമെന്നും കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു. കാർഷിക മേഖലയിൽ തോടുകളിൽ ഉപ്പുവെള്ളത്തിന്റെ അളവ് കൂടുന്ന സാഹചര്യത്തിൽ മന്ത്രി ഓൺലൈനായി വിളിച്ചു ചേർത്ത അടിയന്തര യോഗത്തിലാണ് ഇത് സംബന്ധിച്ച കർശന നിർദ്ദേശം നൽകിയത്. തോടുകളിൽ ഉപ്പിന്റെ അളവ് കുറയ്ക്കുന്നതിനായി വേലിയിറക്ക സമയത്ത് മണിയാർ ഡാമിൽ നിന്നും സെക്കൻഡിൽ 100 ക്യുമെക്സ് വെള്ളം താൽക്കാലികമായി തുറന്നുവിടുന്നതിനുള്ള നടപടി സ്വീകരിക്കുവാൻ പത്തനംതിട്ട ജില്ലാ കളക്ടർക്ക് കത്ത് നൽകാനും യോഗത്തിൽ തീരുമാനമായതായി മന്ത്രി പറഞ്ഞു. കന്നുകാലി പാലത്തിലുള്ള ഓരുമുട്ട് എത്രയും പെട്ടെന്ന് അടയ്ക്കുന്നതിന് മൈനർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകിയതായും അറിയിച്ചു. CDNet ന്യൂസ്.